ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ കാത്തിരുന്നൊരു ഭാഗമാണ് അടുത്താഴ്ച വരാൻ പോണത്, കോടതി ഭാഗങ്ങൾ. അങ്ങനെ പ്രകാശം വളരെ സമാധാനത്തോടു കൂടി തന്നെ കോടതിയിലേക്ക് പോവാട്ടോ. ലക്ഷ്മി എന്ന് പറഞ്ഞ ശല്യം വരാത്തതുകൊണ്ട് താൻ കോടതിയിൽ എന്തായാലും ജയിക്കുമെന്ന് പ്രകാശൻ ഉറപ്പിക്കുകയാണ്. കാർത്തികത്ത് പറയണ്ട, അമ്മ പറഞ്ഞിരുന്നു കോടതിയിൽ വിധി വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം കല്യാണമെന്ന്. അമ്മ എൻ്റെ അടുത്തും പറഞ്ഞിരുന്നു. എങ്കിലും ഒരു കാര്യം ചെയ്യാൻ മോളെ, ഞങ്ങൾ കോടതിയിലേക്ക് പോവാം. മോള് വരുന്നുണ്ട്? ഞാൻ വരുന്നില്ല, അച്ഛനും എന്തായാലും വിക്രമുത്ത് അമ്മമ്മയൊക്കെ പോകുന്നുണ്ടല്ലോ, നിങ്ങൾ പോയിട്ട് വാ എന്ന് കാർത്തിക പറയാണ്. പ്രകാശൻ പറയുന്നുണ്ട്, സമാധാനം, എന്തായാലും ഇന്നത്തോടെ കോടതി കഴിയും, ഇനി എനിക്ക് ലക്ഷ്മിന് സമാധാനത്തോടെ കല്യാണം കഴിക്കാലോ എന്നൊക്കെ പറഞ്ഞിട്ട് കോടതിയിൽ പോകുന്ന പ്രകാശനെ ഞെട്ടിച്ചുകൊണ്ട് അവിടേക്ക് കാർത്തിക വരുന്നുണ്ടോ. കാർത്തിക മോള് വന്നിട്ടുണ്ടല്ലോ എന്ന് പ്രകാശൻ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ കോടതിയുടെ പുനർവാദം കേൾക്കുവാണ്. അപ്പോൾ പുനർവാദം കേൾക്കുന്ന നമ്മുടെ ലക്ഷ്മിനെ വിളിച്ചിട്ടാണ് വാദം കേൾക്കുക. അപ്പോൾ കോടതി ഇങ്ങനെ വിളിക്കുന്നുണ്ട്, ലക്ഷ്മി 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 എന്ന് 3 പ്രാവശ്യം ഇങ്ങനെ വിളിക്കുന്നുണ്ട്. വിളിക്കുമ്പോഴേക്കും നമ്മുടെ പ്രകാശൻ ഇങ്ങനെ ചിരിക്കുവാണ്. ലക്ഷ്മി എപ്പോഴേ മരിച്ചു മണ്ണടിഞ്ഞു എന്ന രീതിയിൽ വിക്രവും ഇങ്ങനെ ചിരിക്കുന്നുണ്ടോ, അമ്മുമ്മയും ചിരിക്കുവാണ്. പക്ഷേ 3ാമത്തെ വിളിയിൽ നമ്മുടെ ലക്ഷ്മി വരുവാട്ടോ. ലക്ഷ്മിനെ കണ്ട പ്രകാശൻ ആകെ ഞെട്ടിപ്പോകുകയാണ്. വിക്രവും അമ്മുമ്മയൊക്കെ ആകെ ഞെട്ടിപ്പോവാണ്. ഈശ്വര, ഇവള് മരിച്ചു എന്ന് പറഞ്ഞിട്ടില്ല, ആ മുത്തു വരുന്ന പൈസ മേടിച്ചിട്ട് പോയത്, അപ്പോൾ ഇവള് മരിച്ചില്ലേ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ലക്ഷ്മിയുടെ വാദം എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ ലക്ഷ്മിയുടെ മകളായ കാർത്തികയുടെ വാദം കേൾക്കണമെന്ന് കോടതി പറയാണ്. അപ്പോഴാണ് പ്രകാശൻ ആ സത്യം മനസ്സിലാക്കണത്. കോടതിയിൽ വെച്ചിട്ട് തൻ്റെ മകളാണ് കാർത്തിക, സ്വന്തം മകളാണെന്നുള്ള സത്യം. അതുകൂടി കേൾക്കുമ്പോഴേക്കും നമ്മുടെ പ്രകാശനെങ്കിൽ ആകെ ദേഷ്യം വരും കേട്ടോ. അങ്ങനെ കോടതി കഴിയുമ്പോഴേക്കും നമ്മുടെ പ്രകാശനെ ലക്ഷ്മിയെക്കാളും ഏറ്റവും കൂടുതൽ ദേഷ്യം കാർത്തികയാണ് കേട്ടോ. കാർത്തികനെ ഒന്ന് തിന്നാനുള്ള ദേഷ്യം പ്രകാശനുണ്ട്. അങ്ങനെ പ്രകാശൻ കാർത്തികയുടെ അടുത്തേക്ക് പോകണം. അപ്പോൾ നീയൊക്കെ എനിക്ക് പറ്റിക്കായിരുന്നു, മണ്ടനാക്കുമായിരുന്നല്ലേ, നീയും ആ കല്യാണിയും കിരണൊക്കെ ചേർന്ന് തന്നെ പൊട്ടനാക്കിയല്ലേ, നോക്കിക്കോ, നിങ്ങളെയൊക്കെ കൊന്നിട്ടാണെങ്കിലും പ്രകാശൻ ജയിലിൽ പോയി കിടന്നാലും പ്രകാശന് കുഴപ്പമില്ല, എന്തായാലും പ്രകാശൻ ഇതിനാ നിങ്ങൾക്ക് പ്രതികാരം ചെയ്തിരിക്കുന്നു പറയുമ്പോൾ കാർത്തിക പറഞ്ഞ, എന്ത് പ്രതികാരം ചെയ്യാനാ, നിങ്ങൾ ഇനി ജയിലിൽ തന്നെയായിരിക്കും, ഇനി നിങ്ങൾ എന്ത് പ്രതികാരം ചെയ്യാൻ പോകണമെന്നാ പറയണത് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രകാശിനെ പുച്ഛിക്കുന്ന ഭാഗങ്ങളായിട്ട് നമ്മളിനി കാണാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു നാളെ കാണാം. ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ, ബൈ ബൈ.